ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഈ ബഡ്ജറ്റിൽ മറ്റൊരു പ്രധാന മേഖല, ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുത്ത മറ്റൊരു പ്രധാന മേഖലയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ. ഈ മേഖലയിൽ ഒന്നോ രണ്ടോ സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതിന് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓൾറെഡി ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഒരു 6-7 ഇയേഴ്സ് ബാക്ക് വാടെക് വെബാഗ് എന്ന സ്റ്റോക്ക് 300 രൂപ ലെവലിൽ റെക്കമെൻഡ് ചെയ്തതാണ്. ഇന്നത്തെ അതിൻ്റെ റേറ്റ് 1200 രൂപയാണ്. വാടെക് വെബാഗ് എന്ന സ്റ്റോക്ക് മസ്റ്റായിട്ടും ഒരാൾ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റോക്കും കൂടെ, സെയിം ഫീൽഡിലുള്ള ഒരു സ്റ്റോക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാണ്. 7-8 മന്ത്സ് ബിഫോർ IPO വന്ന ഒരു സ്റ്റോക്കാണ്. അതിന് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് ഈ സ്റ്റോക്ക്. ഇതിൻ്റെ പേര് EMS ലിമിറ്റഡ്. EMS ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വാട്ടർ വേസ്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിക്ക് എൻജിനീയറിങ്ങും ഡിസൈനും കൺസ്ട്രക്റ്റും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് EMS ലിമിറ്റഡ്. 8 മാസം മുന്നേ IPO വന്നതുകൊണ്ട് തന്നെ 2-3 കൊല്ലം ബാക്കിലുള്ള കറക്റ്റ് ഹിസ്റ്ററി കിട്ടൂലെങ്കിലും ക്വാർട്ടർ വൈസ് റിസൾട്ടും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു മാനേജ്മെൻറ്റും നല്ലൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കും കൂടാണ് EMS. നിലവിലുള്ള റേറ്റ് 843 ആണ്. ഇയർ ഹൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓൾറെഡി ലാസ്റ്റ് മന്ത് നല്ലൊരു മൊമെൻറ്റം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ നെഗറ്റീവ് ആയതുകൊണ്ടും തിങ്കളാഴ്ച ഒരു കറക്ഷന് എല്ലാവിധ സാധ്യതകളുണ്ട്. US ജോബ് ഡാറ്റ നെഗറ്റീവ് ആയതുകൊണ്ടും ഒരു കറക്ഷനാണ് തിങ്കളാഴ്ച മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞ ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുക. ഒരു 750-760 റേഞ്ചാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാനുള്ളത്. 141 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണ്. 27 EPS ഉണ്ട്. പിന്നെ അതിൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 28.76 ആണ്. ഇൻഡസ്ട്രിയൽ PE 33 ആണ്. അതുകൊണ്ട് ഈ ലെവലിൽ തന്നെ 1000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. വേറെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് EMSനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്, അത് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ വളരെ കുറവാണ്. 55 കോടി ഷെയർ ക്യാപിറ്റലുള്ളൂ. പക്ഷേ 729 കോടി റിസർവ് കൈവശമുള്ള കമ്പനിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കമ്പനി ഫോക്കസ് ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടങ്കി സർവീസസ് ആണ്. വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ളത്. ഓൾറെഡി 67 പ്രൊജക്ട്സ് അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1389 കോടീൻ്റെ ഓർഡർ അവരെ കൈവശമുള്ള ഒരു കമ്പനി കൂടെയാണ് EMS. പിന്നെ റീസെൻ്റ്ലി ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് വാട്ടർ സപ്ലൈ ആൻഡ് സുവേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 18 കൊല്ലത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 130 കോടീൻ്റെ ഓർഡർ റീസെൻ്റ്ലി കിട്ടിയിട്ടുണ്ട്. മാർച്ച് ക്വാർട്ടറിൽ 46 കോടി നെറ്റ് പ്രോഫിറ്റ് കാണിച്ച കമ്പനി കൂടിയാണിത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന് കയ്യിൽ 69% സ്റ്റേക്കും പ്രൊമോട്ടേഴ്സിന് കയ്യിലുള്ളത്. FIS 0.83 ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് ഫാക്ടർ പറയുകയാണെങ്കിൽ FISഉം DASഉം അവരെ സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് നവംബറിൽ. പക്ഷേ സ്റ്റോക്കിന് മൊമെൻറ്റം ജൂലൈയിൽ കൂടാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും അവർ എൻട്രി ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഗവൺമെൻറ് പ്രൊജക്ട്സും അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോജക്ട്സും ഒരുപോലെ എടുക്കാൻ കപ്പാസിറ്റിയുള്ള കമ്പനിയാണ്. അതിന് പുറമെ അവർ വേൾഡ് ബാങ്കായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് സ്കീംസ് ലൈക്ക് അമൃത് MMC എന്ന സ്കീമായിട്ടും ടൈപ്പ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ വാടെക് വെബാഗുമായി തന്നെ അത്ര തന്നെ വലിയ കമ്പനി അല്ലെങ്കിലും വാടെക് വെബാഗുമായി തന്നെ നല്ല മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉള്ള കമ്പനിയാണ്. വാടെക് വെബാഗ് 2 രൂപ ഫേസ് വാല്യൂട് ഇപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്നത് 1320 ആണ്. EMS ലിമിറ്റഡ് ഫേസ് വാല്യൂ 10 രൂപ തന്നെയാണ്. 843 ആണ്. ആ ലെവൽ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒരു 1500 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു കറക്ഷൻ കഴിഞ്ഞാൽ, ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞാൽ ഈ EMS സ്റ്റോക്ക് 750-760 റേഞ്ചിൽ ബെസ്റ്റ് ബൈ ആണ്. ഒരു 900-950 റുപ്പീസ് ഷോർട്ട് ടേമിലേക്കും 1200-1300 റുപ്പീസ് ലോങ് ടേമിലേക്കും വെച്ചിട്ട് വാങ്ങാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് EMS. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വയം പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസർ ചോദിച്ച് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ടായെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.